2023 ഒക്ടോബർ മുതലാണ് ഇസ്രയേൽ ലോകത്ത് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഗാസയിലെ യുദ്ധം, ലെബനനിലെ സൈനിക നീക്കം, ഇറാനെതിരെയുള്ള യുദ്ധം, ഇപ്പോൾ യുഎസുമായി ചേർന്ന് ആരംഭിച്ച യുദ്ധം, ഇങ്ങനെ പട്ടിക നീളുന്നുണ്ട്. എന്നാൽ തുടങ്ങിവെച്ച ഒരു യുദ്ധത്തിലും ഇസ്രയേൽ സൈന്യത്തിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഭൂരിഭാഗം ഇസ്രയേലി കുടിയേറ്റക്കാരും വിശ്വസിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയിലെ യുദ്ധം, ലെബനനിലെ സൈനിക നീക്കം, ഇറാനെതിരെ യുഎസുമായി ചേർന്ന് ആരംഭിച്ച യുദ്ധം, യമനിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നതകൾ എന്നിവയ്ക്കിടയിൽ ഭരണകൂടത്തിന്റെ വിശ്വസ്തത തകരുന്നതായാണ് പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ പൊതു പ്രക്ഷേപകരായ KEN ഏപ്രിൽ 28-നാണ് സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഒക്ടോബർ 7-ന് ഗാസയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒരു മേഖലയിലും വിജയം നേടാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് 57% കുടിയേറ്റക്കാരും വിശ്വസിക്കുന്നതായി സർവേ പറയുന്നു. കേവലം 28% പേർ മാത്രമാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയം കണ്ടതായി അവകാശപ്പെടുന്നത്. ബാക്കി 15% പേർക്ക് വിഷയത്തിൽ വ്യക്തമായ നിലപാടുകളില്ല. വെറും 17% പേർ മാത്രമാണ് ഗാസയിലും ഇറാനിലും ഇസ്രയേൽ സൈന്യം അമ്പേ പരാജയമാണെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. വെറും 16% പേർ മാത്രമാണ് സൈന്യത്തിന് വിജയമുണ്ടായെന്ന് കരുതുന്നത്. ലെബനനിൽ സൈന്യം വിജയിച്ചെന്ന 14% പേരും യമനിൽ സൈന്യത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനായെന്ന് വെറും 12% പേര് മാത്രമാണ് വിശ്വസിക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ സൈന്യത്തിന്റെ ഇടപെടൽ വിജയകരമാണെന്ന് വിശ്വസിക്കുന്നത് വെറും 11% പേർ മാത്രമാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സായുധ സാന്നിധ്യം ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ടെങ്കിലും ഒക്ടോബർ 7 മാതൃകയിലുള്ള ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് 73% ആളുകളും വിശ്വസിക്കുന്നുണ്ട്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറാൻ തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ വോട്ടെടുപ്പ് ഫലങ്ങളെ ശരിവെക്കുന്നുമുണ്ട്. ഹിസ്ബുള്ളയുടെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സൈനിക പ്രതിരോധത്തിലെ വിടവുകൾ തുറന്നു കാട്ടിയതായാണ് വിലയിരുത്തൽ. ഇസ്രയേലി പത്രമായ മാരിവ് ഈ സൈനിക നീക്കത്തെ പരാജയത്തിലും കയ്പിലും അവസാനിച്ച ഒരു യുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത്. അധിനിവേശ പ്രദേശങ്ങളുടെ വടക്കൻ ഭാഗത്തുള്ള കുടിയേറ്റക്കാരെ ഭരണകൂടം അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും പത്രം വിമർശിച്ചു. സൈനിക പരാജയങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളും രാജ്യത്ത് വലിയ ഭിന്നതയുണ്ടാക്കുന്നുണ്ട്.